ഇന്നൊരു അടിപൊളി വെജ് മോമോൻ്റെ റെസിപ്പി കണ്ടാലോ? മോമോസ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. കുഴച്ചത് റെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. ഇത് ചൂടാക്കി കഴിഞ്ഞാൽ നമ്മളുടെ വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാബേജ്, ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക്, കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തിട്ട് ഇത് വേവാനായിട്ട് കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ വേറൊരു പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇത് വഴറ്റി കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ചപ്പാത്തിയുടെ മാവിൽ നിന്ന് ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ഇതിന് നടുക്കായിട്ട് കുറച്ച് മസാല വെച്ചിട്ട് നമ്മുടെ കിഴിയൊക്കെ കിട്ടുന്ന ആ ഒരു രീതിയിൽ നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് ചെയ്യാം. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളതെല്ലാം അതേപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഇഡ്ഡലി പാത്രം എടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് നമ്മുടെ മോമോസ് ഇതിലേക്ക് വെച്ച് കുറച്ച് സമയം ഒന്ന് ആവി കയറ്റി നമുക്ക് വേവിച്ചെടുക്കാം. ഞാനിവിടെ മയോണീസും അതേപോലെ തക്കാളി ചട്നിയും കൂടി എടുത്തിട്ടുണ്ട്. മയോണീസിൽ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് മുക്കി കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരത്തെ ചായക്ക് അടിപൊളി പലഹാരമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റും അറിയാം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.